പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും അന്ധചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. വടകര NDPS സെഷൻസ് ജഡ്ജ് ശ്രീ ബിജു സർ, വടകര ഫാമിലി കോടതി ജഡ്ജ് ശ്രീമതി വീണ മാഡം, സിവിൽ ജഡ്ജ് സീനിയർ ഡിവിഷൻ ജോജി തോമസ് സർ, സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ ഐശ്വര്യ മാം, ശ്രീമതി ശ്രീജ മാം, വടകര JFCM, ബഹുമാനപ്പെട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, മറ്റ് വേദിയിലും സദസ്സിലും ഉള്ള മാന്യവ്യക്തികളെ എല്ലാവർക്കും മനോഹരമായ ഒരു സായാഹ്നം നേരുന്നു. വടകര ബാർ അസോസിയേഷൻ്റെ രജിസ്ട്രേഷൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ആഘോഷ പരിപാടികൾ ആണ് ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത്. ആയതിനു വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ജഡ്ജ് ശ്രീ മുരളീധരൻ സാറിനെ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം യു സർ. അതുപോലെ നമ്മുടെ നമ്മുടെ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ശ്രീമതി ശ്രീ ബിജു സാറിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം യു സാർ. വടകര ഫാമിലി കോർട്ട് ജഡ്ജ് ശ്രീമതി വീണ മാമിനെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം യു മാം. സിവിൽ ജഡ്ജ് സീനിയർ ഡിവിഷൻ ജോജി തോമസ് സാറിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം യു സർ. സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ ശ്രീമതി ഐശ്വര്യ മാഡത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം യു മാം. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശ്രീ ശ്രീജ മാമിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. നമ്മുടെ ഇന്നത്തെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സീനിയർ അഭിഭാഷകർ ആയ അഡ്വക്കേറ്റ് EK നാരായണൻ സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബ് സെക്രട്ടറി ശ്രീ സുബീഷിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മിസ്റ്റർ സുബീഷ്. അതുപോലെ നമ്മുടെ അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ സെക്രട്ടറി PM ബിരുവിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ബാർ അസോസിയേഷൻ്റെ പ്രിയ അംഗം മണപ്പുറത്ത് അബ്ദുള്ളയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബാർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റാണ്ടിലേറെ ചരിത്രം ഉള്ള ബാർ അസോസിയേഷനാണ് നമ്മുടേത്. എന്നിരുന്നാലും ബാർ അസോസിയേഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട്
ഇന്നേക്ക് 50 വർഷം പൂർത്തിയായിരിക്കുകയാണ്. പല ചരിത്രപരമായ കേസുകളും വാദങ്ങളും നടന്ന ഈ മണ്ണിൽ ബാർ അസോസിയേഷൻ എന്നുള്ള രീതിയിൽ ഒരു രജിസ്ട്രേഷൻ എടുക്കുകയും ആ കാലഘട്ടത്തിൽ 1975 കാലഘട്ടത്തിൽ തന്നെ ആദ്യ രജിസ്ട്രേഷൻ നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നീട് കാലികമായ മാറ്റങ്ങൾ ആവശ്യമായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം 2024 അവസാനത്തോടുകൂടി നമ്മൾ ആ ബൈലോ അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ മുഖ്യമായ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാർ അസോസിയേഷനിൽ നിന്ന് നമ്മെ വിട്ടുപിരിഞ്ഞ മാന്യ സീനിയർ അഭിഭാഷകരായ 8 പേരുണ്ട്. അഡ്വക്കേറ്റ് KN സാംബശിവൻ, അഡ്വക്കേറ്റ് K രഘുനാഥ്, അഡ്വക്കേറ്റ് NK പരമേശ്വരൻ, അഡ്വക്കേറ്റ് PM സോമസുന്ദരൻ, അഡ്വക്കേറ്റ് P ഭാസ്കരൻ, അഡ്വക്കേറ്റ് MK പ്രേംനാഥ്, അഡ്വക്കേറ്റ് O അഹമ്മദ് ഷരീഫ്, അഡ്വക്കേറ്റ് IK നാഥ് എന്നീ മുതിർന്ന അഭിഭാഷകരുടെ നമ്മൾക്ക് മുമ്പേ നടന്ന് നമുക്ക് വേണ്ടി വഴിവെട്ടിവെച്ച അവരുടെയൊക്കെ ഉറ്റവർ നമ്മുടെ മുന്നിലുണ്ട്. അവരുടെയൊക്കെ ഫോട്ടോ ബാർ അസോസിയേഷനിൽ അൺവീൽ ചെയ്യുന്ന പരിപാടിയിൽ നമുക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാർ അസോസിയേഷൻ ഈ വർഷം സ്റ്റേറ്റ് ലെവൽ ഇന്റർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നുണ്ട്. ആയതുമായി ബന്ധപ്പെട്ട് ബാർ അസോസിയേഷൻ പുറത്തിറക്കുന്ന ലോഗോ പബ്ലിഷ് ചെയ്യുക, അതുപോലെ തന്നെ വടകര ബാർ അസോസിയേഷന് സ്വന്തമായി ഒരു വെബ്സൈറ്റ് ഇന്നിവിടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ ബാർ അസോസിയേഷന് ഞാൻ നേരത്തെ പറഞ്ഞ ബൈലോയുടെ പ്രിന്റഡ് ബുക്ക് ഇതും ഈ വേദിയിൽ വെച്ച് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ഒരുപാട് പരിപാടികൾ നടത്താൻ വേണ്ടി ആണ് ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. വടകര ബാർ അസോസിയേഷൻ്റെ ബൈലോ രജിസ്റ്റർ ചെയ്തതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുക എന്ന ഒരു ആഹ്ലാദം മാത്രമല്ല ഈ സായാഹ്നത്തിൽ ഞങ്ങളുടെ ഉള്ളിൽ ഉള്ളത്, വടകരയിലെ അഭിഭാഷകരുടെ ഉള്ളിലുള്ളത്. ഞങ്ങൾക്ക് ഈ ദിനം സന്തോഷിക്കാൻ വേറെയും പല കാരണങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ചടങ്ങ് ധന്യമാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഏറെ സന്തോഷത്തോടുകൂടി നമ്മോടൊപ്പം ചേർന്ന് സാന്നിധ്യം കൊണ്ട് തന്നെ ഈ ചടങ്ങ് ധന്യമാക്കിയ ഹൈക്കോടതിയിലെ ആദരണീയനായ ജസ്റ്റിസ് മുരളീകൃഷ്ണ സാറാണ്. സാറിൻ്റെ സാന്നിധ്യം തന്നെ ഞങ്ങളെ വടകര ബാർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. മുരളീകൃഷ്ണൻ സാറ് ഒരു ന്യായാധിപൻ എന്നുള്ള നിലയിൽ കോഴിക്കോട് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജായി ഏറെ നാളുകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ വടകരക്കാരുടെ അല്ലെങ്കിൽ വടകരയിലെ ബാർ അസോസിയേഷനിലെയും അഭിഭാഷകരോടും കാണിച്ച അടുപ്പവും മമതയും ആഭിമുഖ്യവും ഒക്കെ തന്നെ വളരെ വലുതാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സാറ് അത്തരത്തിലുള്ള ഒരു അടുപ്പം വടകരയുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ വടകരയുമായി അദ്ദേഹത്തിന് മുൻപും ബന്ധമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരി വടകരയിലെ നമ്മുടെ കോടതിയിലെ മുൻസിഫായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ മുരളി സാർ വടകരയുമായി അഭേദ്യമായ ഒരു ബന്ധം പുലർത്തിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം എനിക്കറിയാവുന്നതാണ്. തീർച്ചയായിട്ടും അതൊക്കെ കൊണ്ടാവാം നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായും അനുഭാവപൂർവമായ ഒരു പ്രതികരണമാണ് എല്ലാ കാലത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ഫാമിലി കോടതിയുടെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഒരു ഘട്ടത്തിൽ നിലച്ചു പോയിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ ഉദ്ഘാടനവും തറക്കല്ലിട്ടതിൻ്റെ ഉദ്ഘാടനവുമൊക്കെ നടന്നതിന് ശേഷം നിർമ്മാണ പ്രവൃത്തി നടക്കാത്ത ഒരു ഘട്ടത്തിൽ സാറിൻ്റെ ക്രിയാത്മകമായ ഒരു ഇടപെടലിലൂടെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നിർമ്മാണത്തിന് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ എത്രയും പെട്ടെന്ന് നീങ്ങിക്കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് ഇവിടെ ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. ശ്രീ മുരളീകൃഷ്ണൻ സാറിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തെ സംബന്ധിച്ച് ഒരു ബിൽഡിംഗ് കമ്മിറ്റി തന്നെ ഇപ്പോൾ നിലവിലുണ്ട്. നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടവും പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ബിൽഡിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും നമ്മുടെ വടകരയിലെ ന്യായാധിപന്മാരിൽ സീനിയറായിട്ടുള്ള ന്യായാധിപനെ ചെയർമാനാക്കിക്കൊണ്ട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, PWയുടെ എഞ്ചിനീയർമാർ, അതേപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, ഇവരെല്ലാം ഒക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുകയും തുടർന്ന് ഇങ്ങോട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമാനുഗതമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയും നടക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സർ, ഞങ്ങൾ വടകരക്കാർ അങ്ങേയറ്റം അങ്ങയോട് ആ ഒരു പ്രവർത്തനത്തിൽ കടപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാണ്. അതുമാത്രമല്ല, ഈ ഫയലിങ്ങിൻ്റെ കാര്യത്തിൽ ഇവിടെ കോടതിയിൽ നമ്മൾ ഫിസിക്കൽ ഫയലിംഗ് വടകര കോടതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫയലിംഗ് സിസ്റ്റം വന്നതോടുകൂടി ഈ ഫയലിംഗ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അഡ്മിഷൻ വരെ സിവിൽ മാറ്ററുകളിൽ അല്ലെ ക്രിമിനൽ അപ്പീലുകളിൽ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം. അതിനുള്ള ഒരു അനുവാദം, അതിനുള്ള ഒരു ഇടപെടൽ, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള ഒരു ഇടപെടലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ട്. അതിൻ്റെ ഒരു സൗകര്യം വടകരയിലെ അഭിഭാഷകർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വടകരയോട് അങ്ങ് കാണിക്കുന്ന ഈ ഒരു അനുഭാവപൂർണമായ ഒരു പ്രതികരണത്തിന് വടകരയുടെ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ അവസരത്തിൽ അങ്ങയോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്യാണ്. ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗാണ് എനിക്ക് തോന്നുന്നത്. ഒരു വീട്ടുകാരുടെ ഒരു യോഗത്തിന് വന്നു ചേർന്നതായിട്ടാണ് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത്. ഇതൊരു സ്പെഷ്യൽ ഒരു മീറ്റിംഗായി തോന്നുന്നില്ല. വീട്ടുകാരുടെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതായിട്ടാണ് മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തിയത്. അതിനെനിക്ക് തോന്നുന്ന കാരണം, നേരത്തെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞാൻ ഈ ഷോർട്ട് ടെന്യൂറിൽ ഇവിടെ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജായി ഇരുന്നപ്പോഴും അതുപോലെ തന്നെ അതിനു മുമ്പ് അഡീഷണൽ ജില്ലാ ജഡ്ജായി ഇവിടെ ഇരുന്നപ്പോഴും നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ബാർ അസോസിയേഷൻ്റെ രജിസ്ട്രേഷൻ്റെ 50-ാം വർഷം ആഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേകത കൂടെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വടകരയിലെ പ്രഗത്ഭരായ മൺമറഞ്ഞുപോയ 8 അഭിഭാഷകരുടെ ചിത്രങ്ങൾ കൂടെ ഇന്ന് അനാച്ഛാദനം ചെയ്യുകയാണ്. ഈ ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത അവരെ നമ്മൾ ഓർക്കുക എന്നുള്ളത് മാത്രമല്ല, വരുന്ന തലമുറയിലെ യുവ അഭിഭാഷകർക്ക് അവരിൽ നിന്ന് പകർന്നു കിട്ടേണ്ട മാർഗദർശനങ്ങളെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സീനിയർ അഭിഭാഷകൻ്റെ ഫോട്ടോ നമ്മളുടെ ബാർ അസോസിയേഷൻ ഹാളിൽ നമ്മൾ കാണുമ്പോൾ ഒരു അഭിഭാഷകൻ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം എങ്ങനെ പ്രവർത്തിച്ചിരുന്നു, തൻ്റെ മേഖലകളിലെ പ്രവർത്തനം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു, എങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിലും അഭിഭാഷകർക്കിടയിലും ജുഡീഷ്യൽ വൃത്തങ്ങളിലും നല്ല പേര് സമ്പാദിച്ചിരുന്നു എന്നതിനെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ഒരു അഭിഭാഷകൻ്റെ ജോലിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ 4 മേഖലകളിൽ മികവ് പുലർത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ആദ്യമായി വരുന്നത് ഒരു അഭിഭാഷകൻ മികവ് പുലർത്തേണ്ടത് തന്നിലേക്ക് വരുന്ന കക്ഷികളെ, കേസുമായി തന്നിലേക്ക് വരുന്ന കക്ഷികളുമായുള്ള ഇടപെടലുകളിലാണ്. രണ്ടാമതായി മികവ് പുലർത്തേണ്ടത് കോടതിയിൽ കേസ് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലാണ്. കേസ് എങ്ങനെയാണ് കോടതിയിൽ നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. മൂന്നാമതായി കുടുംബത്തിൽ താൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. നാലാമതായി
തൻ്റെ സഹപ്രവർത്തകർക്കിടയിൽ എങ്ങനെയാണ് ഒരു അഭിഭാഷകൻ പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ഈ 4 മേഖലകളിലും ഒരു അഭിഭാഷകൻ്റെ പ്രവർത്തനം പല രീതിയിലാണ് ആവശ്യമുള്ളത്. ഒരു അഭിഭാഷകനായി ജുഡീഷ്യൽ സർവീസിൽ ഇരുന്നതിനേക്കാൾ കൂടുതൽ ഇരുന്നതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും കൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം ഒരു അഭിഭാഷകൻ എപ്പോഴും തൻ്റെ മുന്നിലേക്ക് വരുന്ന കക്ഷികളോട് ഇടപെടേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൻ്റെ മുന്നിൽ വരുന്ന കക്ഷികൾക്ക് തന്നിൽ ഏൽപ്പിക്കുന്ന കേസിലെ നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും, അല്ലെങ്കിൽ ഈ കേസ് ജയിക്കാൻ എത്ര സാധ്യതയുണ്ട് അല്ല തോൽക്കാൻ എത്ര സാധ്യതയുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒരു അഭിഭാഷകൻ്റെ കടമയാണ്. പലപ്പോഴും നമ്മളുടെ പുതിയ ജനറേഷനിൽ നിന്നോ അല്ലെങ്കിൽ പല ഈ പറഞ്ഞ പോലെ എല്ലാവരിൽ നിന്നും അങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ തന്നിലേക്ക് വരുന്ന കേസിലെ നല്ല വശങ്ങൾ, അതായത് അത് ജയിക്കാനുള്ള സാധ്യതകൾ മാത്രം കക്ഷികളോട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന അപൂർവം ചില സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ വശങ്ങൾ കൂടുതൽ കക്ഷിക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും ഇങ്ങനെ ഒരു ദോഷവശം കൂടെ ഈ കേസിനുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു അഭിഭാഷകൻ്റെ കടമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ ജുഡീഷ്യൽ സർവീസിൽ ഇരുന്നതിനേക്കാൾ കൂടുതൽ അഭിഭാഷക വൃത്തിയിൽ ഇരുന്നിട്ട് വന്ന ആളാണ്. പക്ഷേ എൻ്റെ ഒരു സ്വന്തം അനുഭവം വെച്ച് ഞാൻ പറയാം, അങ്ങനെ ഒരു കേസിൻ്റെ നല്ല വശവും ദൂഷ്യവശവും ഒരു കക്ഷിക്ക് പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കക്ഷി പോലും എന്നിൽ നിന്ന് ഫയൽ വാങ്ങിപ്പോയ സംഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കാവുന്ന നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതിൻ്റെ അന്തസത്ത കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ക്ലയൻസാണ് സാധാരണ അഭിഭാഷകർ. നമ്മൾ ചിലപ്പോൾ അഭിഭാഷകർക്കൊരു ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ കേസ് ജയിക്കും എന്ന് മാത്രം നമുക്ക് പറയാം, എങ്ങനെ എന്നൊന്നും പറയണ്ട. പക്ഷേ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന കാലയളവിൽ ഞാൻ അഡോപ്റ്റ് ചെയ്തിരുന്നൊരു മെത്തേഡ്, നമ്മൾ എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി ആ കക്ഷിയെ പറഞ്ഞ് ധാരണപ്പെടുത്തുമെന്നുള്ളതാണ്. എൻ്റെ ഒരു സ്വന്തം അനുഭവം കൂടെ ഞാനതിൽ പറയാം. ഞാനൊരു ലീഗൽ പ്രൊഫഷനിലേക്ക് എൻ്റർ ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ബിൽഡിംഗ് ഓണർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. അദ്ദേഹത്തിന് ധാരാളം ബിൽഡിങ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് ഒരു RCP, റെൻറ്റ് കൺട്രോൾ എവിക്ഷൻ, ഇപ്പോഴത്തെ പോലെയല്ല, അന്ന് റെൻറ്റ് കൺട്രോൾ എവിക്ഷൻസ് ഇഷ്ടം പോലെ കേസുകളാണ്. ഇപ്പോൾ റെൻറ്റ് കൺട്രോൾ എവിക്ഷൻ കേസസൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലയളവാണ്. അതിന് പ്രധാന കാരണം കേസിൻ്റെ കാലദൈർഘ്യം ആലോചിച്ച് പല ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റുകളിലേക്കും പോകുന്നതാണ്. പക്ഷെ ഞാനൊക്കെ പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് റെൻറ്റ് കൺട്രോൾ പെറ്റീഷൻസ് ഒരു മേഖല തന്നെയായിരുന്നു. അങ്ങനെ ഒരു ബിൽഡിംഗ് ഓണർ എന്നെ വന്ന് കേസ് ഏൽപ്പിച്ചു. ഷുവർ 100% കേസ് എന്ന് പറയാവുന്ന കേസായിരുന്നു. ആ 100% കേസ് എന്ന് പറയുന്നത് ബണോഫിഡെ നീഡ് വെച്ചിട്ട് കേസ് ഫയൽ ചെയ്തു, റീഡിങ്സ് എടുത്തു. അങ്ങനെ കേസ് ഈവൺ അറ്റ് ദ ടൈം എവിഡൻസ് ഒക്കെ പെർഫെക്റ്റ് എവിഡൻസ് ആണ്. ഈവൺ അറ്റ് ദ ടൈം ഓഫ് ആർഗ്യുമെൻറ്റും ഒരു സംശയവുമില്ല കേസ് വിധിയാക്കേണ്ടതാണ്. പക്ഷെ വിധി വരുമ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ പോരായ്മ അങ്ങനെ ചില സന്ദർഭങ്ങളിലുണ്ട്. അന്ന് വന്നിരുന്ന ഒരു പ്രിസൈഡിങ് ഓഫീസർ 6 വർഷമായി മജിസ്ട്രേറ്റായി ഇരുന്ന് മുൻസിഫായി പുതിയതായി ചാർജ് എടുത്ത ആളാണ്, റെൻറ്റ് കൺട്രോളറായി. അദ്ദേഹത്തിന് റെൻറ്റ് കൺട്രോൾ പ്രൊവിഷൻസിനെ പറ്റി വലിയ ധാരണയൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് പിന്നീട് മനസ്സിലായത്. വിധി വരുമ്പോൾ ഈ കേസ് ഡിസ്മിസ്ഡാണ്. 100% ലാൻഡ് ലോണിന് അനുകൂലമായി വരേണ്ട ഒരു കേസ് 100% വരേണ്ടിയിരുന്ന കേസ് ഡിസ്മിസ് ചെയ്തു. കക്ഷി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ സംസാരിച്ച രീതിയിൽ ഈ കേസിൽ ഇങ്ങനെയാണ് 100% വരേണ്ടിയിരുന്നത്. പക്ഷേ കേസിൽ വിധി വരുമ്പോൾ ഇന്ന പോയിന്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എതിരായി വിധി വന്നിട്ടുള്ളത്. പക്ഷേ അന്ന് മുൻസിഫ് റിലേ ചെയ്ത ക്വസ്റ്റ്യൻ ഓഫ് ലോ എന്ന് പറയുന്ന ഈ സംഗതികൾ ഓവർ റൂൾ ചെയ്ത സംഗതികളായിരുന്നു. അത് നോക്കിയില്ല. അത് ഞാൻ പറഞ്ഞപ്പോൾ കക്ഷിക്ക് ബോധ്യമായി. കക്ഷി പറഞ്ഞു എന്നോട്, നമുക്ക് ഫസ്റ്റ് അപ്പീൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ റെൻറ്റ് കൺട്രോൾ അപ്പലേറ്റ് അതോറിറ്റിയിലാണ്, റെൻറ്റ് കൺട്രോൾ അപ്പലേറ്റ് അതോറിറ്റിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ റെൻറ്റ് കൺട്രോൾ അപ്പലേറ്റ് അതോറിറ്റിയിൽ അന്ന് യങ്സ്റ്ററാണ്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 വർഷമായി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പോയി അവിടെ വാദിച്ച് മോശമാക്കണ്ട എന്ന് കരുതി ഞാനൊരു സീനിയർ എൻഗേജ്മെൻറ്റ് കൊടുത്തു. സീനിയറും ഇത് തന്നെയാണ് കക്ഷിയോട് പറഞ്ഞത്, ഈ കേസ് 100% ജയിക്കേണ്ട കേസാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജില്ലാ കോടതിയിൽ വിധി വരുമ്പോൾ കേസ് ഡിസ്മിസ്ഡ്.
അപ്പീൽ ഡിസ്മിസ്ഡ്. അപ്പോൾ 100% ജയിക്കേണ്ട ഒരു കേസ് 2 ദിക്കിലാണ് തോൽവി വന്നത്, റെൻ്റ് കൺട്രോൾ കോർട്ടിലും അപ്പലറ്റ് കോർട്ടിലും. അപ്പോൾ കക്ഷി, ഞാൻ പറഞ്ഞില്ലേ, കക്ഷി നമ്മളൊരു തുറസായ ഒരു സമീപനത്തോടു കൂടി കക്ഷികളോട് പോകുമ്പോൾ അവർ നമ്മളെ വിട്ടുപോകില്ല. അന്നും കക്ഷി എന്നോട് വന്നിട്ട് പറഞ്ഞു, സാറേ ഈ കേസ് ഹൈക്കോടതിയിൽ സാറ് തന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 തോൽവി 100% ജയിക്കേണ്ട ഒരു കേസ്, എൻ്റെ മനസ്സിലും ചെറിയൊരു പിടപെടപ്പ് വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു 100% ഒരു ജയിക്കേണ്ട കേസ് 2 ദിക്കിൽ തോറ്റു, ഇനി ഹൈക്കോടതിയിൽ എൻ്റെ കൈ കൊണ്ട് ഇത് ഏൽപ്പിച്ചിട്ട് തോൽവി വന്നാൽ ചിലപ്പോൾ എൻ്റെ ഒരു കൈദോഷമാണെന്ന് നിങ്ങൾ പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സാറേ ഇത് ഞാൻ മനസ്സിലാക്കിയത് ഇത് നമ്മളുടെ നല്ലതിനാണ് വന്നത്. മുൻസിഫ് കോടതിയിൽ ഈ കേസ് ജയിച്ചിരുന്നു, അങ്ങനെയും കക്ഷികളുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. മുൻസിഫ് കോടതിയിൽ ഈ കേസ് ജയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ജില്ലാ കോടതിയിൽ നമുക്ക് അനുകൂലമായി വരുമായിരുന്നു. അനുകൂലമായി വന്ന് ഹൈക്കോടതിയിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു കോടതിയിൽ അനുകൂലമായി ഒരു കോടതിയിൽ ദോഷമായി. അപ്പോൾ അടുത്ത കോടതിയിൽ ഇത് വീണ്ടും മുൻസിഫ് കോടതിൻ്റെ ഓർഡർ തന്നെ എടുത്തിട്ടാലോ. ഇത് എനിക്ക് കക്ഷി പറയുകയാണ്, മുൻസിഫ് കോടതിയിലും ജില്ലാ കോടതിയിലും ഇത് നമുക്ക് എതിരായി വന്നതുകൊണ്ട് ഹൈക്കോടതിയിൽ 100% നമുക്ക് അനുകൂലമായി വിധി തരും എന്ന് കക്ഷി എനിക്ക് ഉറപ്പ് തരികയാണ്. അങ്ങനെ ഞാൻ സ്ഥിരമായി ഏൽപ്പിക്കുന്ന വക്കീലിനെ, ഒരു സീനിയർ അഭിഭാഷകനെ ഏൽപ്പിച്ചു. അങ്ങനെ കേസ് ഹൈക്കോടതിയിൽ കൊടുത്തു. എന്തോ കക്ഷിയുടെ ഭാഗ്യമാണോ എൻ്റെ ഭാഗ്യമാണോ എന്നറിയില്ല, കേസ് അനുകൂലമായി വിധിയായി. അങ്ങനെ ഞാൻ പറഞ്ഞത് വരുന്നത് ഇതാണ്, നമ്മൾ ഒരു തുറന്ന സമീപനത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കേസിൽ അങ്ങനെ ഒരു ദോഷം വരാൻ ഒരിക്കലും സാധ്യതയില്ല. അപ്പോൾ ആ ഒരു സമീപനമാണ് കക്ഷികളോടുള്ള സമീപനത്തിൽ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് വരികയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് പ്രഗത്ഭരായ അഭിഭാഷകരെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജുഡീഷ്യൽ സർവീസിൽ ഈയിടെ കയറിയ നമ്മുടെ ജില്ലാ ജഡ്ജ് ഉണ്ണി, നമ്മുടെ ബഹുമാനപ്പെട്ട മുരളീകൃഷ്ണ സാർ ഇവിടെ സൂചിപ്പിച്ച നമ്മുടെയൊക്കെ പ്രിയങ്കരനായ രാംദാസ് വക്കീൽ, ഹരീഷ് കാരിൽ തുടങ്ങിയ ഒരുപാട് ക്രിമിനൽ രംഗത്ത് ശോഭിക്കുന്ന ഒരുപാട് അഭിഭാഷകർക്ക് അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്നാണ് വളർന്നു വന്നത് എന്ന് പറയാൻ ഈ അവസരം ഞാൻ സൂചിപ്പിക്കുകയാണ്. വടകരയുടെ നഗരസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ വടകരയുടെ വികസനത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹമായിരുന്നു. ഇച്ഛാശക്തിയും തൻ്റെയോടുമുള്ള ഒരു ചെയർമാനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു സ്പോർട്സ്മാൻ അല്ലെങ്കിൽ സ്പോർട്സ് പ്രേമി എന്നിവരെ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്. നമ്മുടെ കുടുംബ കോടതി മാത്രമല്ല, ഇന്നീ കാണുന്ന കോടതി സമുച്ചയങ്ങളുടെ തന്നെ ശില്പി രഘുനാഥ് വക്കീൽ അവർകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കോടതി കെട്ടിടങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതും അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും നമ്മൾ ആസ്വദിച്ചതുമാണ്. ഇവിടെ സൂചിപ്പിച്ചു, ഫാമിലി കോടതി വടകരയിൽ ആവശ്യമാണ്, അതിനു വേണ്ടിയുള്ള പോരാട്ടം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി ബഹുമാന്യനായ PM സോമസുന്ദരം വക്കീൽ അവറുകൾ വടകര ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് വിപുലമായ ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. വടകര കൊയിലാണ്ടി മേഖലകളിലെ അഭിഭാഷക സുഹൃത്തുക്കളെയും ഭാരവാഹികളെയും രാഷ്ട്രീയ, സാമൂഹിക, യുവജന, സാംസ്കാരിക രംഗങ്ങളിലെ പ്രഗത്ഭരെയും വടകരയിലെയും പരിസര പ്രദേശങ്ങളിലെയും MLA-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും വടകരയിലെ മുഴുവൻ അഭിഭാഷകരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വിപുലമായ യോഗം വിളിച്ചു ചേർക്കുകയും
ആ യോഗത്തിൽ ഒരു വടകര കുടുംബ കോടതി രൂപീകരണ സമിതിക്ക് രൂപം നൽകുകയുമാണ് ഉണ്ടായത്. ആ രൂപീകരണ സമിതിയുടെ പ്രമുഖ ചെയർമാൻ നമ്മുടെ ബഹുമാന്യനായ രഘുവട്ടൻ അവർകളായിരുന്നു. ജനറൽ സെക്രട്ടറി PM സോമസുന്ദർ ബക്കീർ അവർ. വടകര കുടുംബ കോടതിയുടെ ചരിത്രം പറയുമ്പോൾ സോമേട്ടനെ നമുക്ക് മറക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശ്രമം, അദ്ദേഹത്തിൻ്റെ നിരന്തരമായ സമ്പർക്കം, അദ്ദേഹത്തിൻ്റെ നിരന്തരമായ അഭിഭാഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ട വീര്യം, അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഇനി ഉയർന്നു വരുന്ന വടകര കുടുംബ കോടതി എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. പ്രഗത്ഭനായ ഒരു ക്രിമിനൽ അഭിഭാഷകൻ കൂടിയായിരുന്നു സോമേട്ടൻ. രഘുനാഥ് വക്കീലിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യൻ കൂടിയായിരുന്നു സോമേട്ടൻ. ഇന്ന് അനാച്ഛാദനം ചെയ്യപ്പെടുന്ന ഛായാചിത്രങ്ങളുടെ നേതാക്കന്മാരായ കുടുംബ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളെ, കോടതി സ്റ്റാഫ് അംഗങ്ങളെ, അഡ്വക്കേറ്റ്സ്, ക്ലർക്സ്, മെമ്പേഴ്സ്, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സമയം അതിക്രമിച്ചു പോയതുകൊണ്ട് തന്നെ അധികമൊന്നും പറയുന്നില്ല. എങ്കിലും വടകര ബാർ അസോസിയേഷൻ്റെ രജിസ്ട്രേഷൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിൽ നിന്നും കൊഴിഞ്ഞുപോയ നമ്മളുടെ സഹയാത്രികരായ അഡ്വക്കേറ്റ്സിനെ ഓർമ്മിക്കാൻ ഈ അവസരം ഉപയോഗിച്ച ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുകയാണ്. അവർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നതോടൊപ്പം തന്നെ കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും പോലും ഇപ്പോൾ അനാച്ഛാദനം ചെയ്യപ്പെട്ട ഫോട്ടോകളിലൂടെ മാത്രം കാണാൻ ഭാഗ്യം ലഭിച്ച ആ 8 മഹത് വ്യക്തികളുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ സ്മരണാഞ്ജലി അർപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രിയങ്കരനായ, ഞങ്ങളുടെ എന്ന് മാത്രമല്ല നിങ്ങളുടെയും ഏറ്റവും പ്രിയങ്കരനായ മുരളീകൃഷ്ണ സാറിനെ തന്നെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചു. അത് ഞങ്ങളുടെയും നിങ്ങളുടെയും ഒരു ഭാഗ്യമായി കണക്കാക്കുകയാണ്. സാറിനോട് നിങ്ങൾക്കുള്ള മമത എന്താണെന്നുള്ളത് അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും അഡ്വക്കേറ്റ്സ് വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചു. എനിക്ക് തോന്നുന്നു സാർ ഒരു വർഷത്തിന് താഴെ മാത്രമേ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജായി ജോലി ചെയ്തിട്ടുള്ളൂ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്. പക്ഷെ അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജായി ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വടകരയുമായി സാറിന് മുന്നേ തന്നെ സാറിൻ്റെ പെങ്ങളിലൂടെ ബന്ധമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. സാറ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന നല്ല കാര്യങ്ങൾ, സാറിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നന്ദിയോടെ ഇപ്പോഴും സ്മരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ, നിങ്ങൾ സാറിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാറ് ഇന്നിപ്പോൾ നമ്മുടെ മുന്നിൽ ചീഫ് ഗസ്റ്റായി ഇവിടെ ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, സാറിൻ്റെ പിൻഗാമിയായി എന്തായാലും പുറകെ നടക്കാൻ യോഗം കിട്ടിയത് എനിക്കാണ്. സാറിനെ പോലെ വടകരയുമായി എനിക്ക് യാതൊരു ബന്ധമില്ലെങ്കിൽ പോലും നിങ്ങളുടെ ന്യായമായ എല്ലാ ആവശ്യങ്ങൾക്കും എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ ഔദ്യോഗിക പദവിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിനെല്ലാമുള്ള എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു തരും എന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വേദിയിൽ വെച്ച് ഉറപ്പ് നൽകുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഇനിയും നമുക്ക് ഫോട്ടോ അനാച്ഛാദനം ചെയ്യപ്പെട്ട 8 പേരെക്കുറിച്ച് ഇനിയും പറയാനുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാമുകൾ ധാരാളം കാണാനുണ്ട്. എല്ലാവരും ഏകദേശം ക്ഷീണിച്ച അവസ്ഥയിലാണ്. വടകര ബാർ അസോസിയേഷൻ
എൻ്റെ കാഴ്ചപ്പാടിൽ അത്ര ചെറിയ ബാർ അസോസിയേഷനൊന്നുമല്ല. കോഴിക്കോട് ജില്ലയിൽ സെക്കൻഡ് പ്ലേസിൽ നിൽക്കുന്ന ബാർ അസോസിയേഷനാണ്. പക്ഷേ നമ്മുടെ അധ്യക്ഷൻ്റെ ആഗ്രഹം, അധ്യക്ഷൻ്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എൻ്റയർ ബാറിൻ്റെ ആഗ്രഹമാണ് അധ്യക്ഷൻ്റെ വാക്കുകളിലൂടെ പ്രതിഫലിച്ചത്. കേരളത്തിലെ മുൻനിര ബാറുകളിലെ പോലെ അറിയപ്പെടുന്ന ഒരു മുൻനിര ബാർ അസോസിയേഷനായി വടകര ബാർ അസോസിയേഷൻ മാറണം എന്നുള്ള നിങ്ങളുടെ ആ ചിരകാല അഭിലാഷം, അത് നമ്മൾ ഒത്തുപിടിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. It honors legal heroes through a dedicated memoriam section. The site provides a members area for easy access to resources and allows new lawyers to register online. Subscription fees through the website. വടകര ബാറും ബെഞ്ചും വളരെ സഹകരണത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്നതിനാൽ തന്നെ ഇത് ഞങ്ങളുടെയും കൂടി ആഘോഷമായി കരുതുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ചടങ്ങിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചതിനും ഈ മറ്റും നന്ദി പറയുന്നില്ല. പക്ഷെ അതിനൊപ്പം എന്നാൽ ഞങ്ങൾ ബാർ അസോസിയേഷനോട് രണ്ട് കാര്യത്തിൽ നന്ദി പറയേണ്ടതുണ്ട്. ഒന്ന്, ഞങ്ങളുടെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായിരുന്നു മുരളീകൃഷ്ണ സാർ. 1 വർഷത്തോളം 3 മാസം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായിപ്പോയി. അതിനുശേഷം സാറിൻ്റെ സാന്നിധ്യത്തിൽ കുറച്ച് സമയം ചെലവഴിക്കാനും സാറിൻ്റെ നിങ്ങളുടെ വളരെ ഇൻസ്പിറേഷൻ തരുന്ന ഒരു പ്രസംഗം കേൾക്കാനുമുള്ളൊരു അവസരം ഞങ്ങൾക്കുണ്ടായി. അതിന് ബാർ അസോസിയേഷനോട് നന്ദി പറയുന്നു. രണ്ടാമത് നന്ദി പറയേണ്ടത് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ബിന്ദുകുമാരി മാഡം ചാർജ് എടുത്തിട്ട് കുറച്ച് നാളായി. മാഡം വടകരയിൽ ആദ്യമായി വരുന്നൊരു ചടങ്ങാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുൻ ജില്ലാ ജഡ്ജിയും ഞങ്ങളുടെ ഇപ്പോഴത്തെ ജില്ലാ ജഡ്ജിയും കൂടി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും പങ്കെടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ചടങ്ങ് ഇവിടെ നടന്നത് ബാർ അസോസിയേഷൻ്റെ കഴിഞ്ഞ 5 വർഷത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ അഭിഭാഷകരെ അവരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങാണ്. അഭിഭാഷകർ ഇവിടുത്തെ അഭിഭാഷക സമൂഹത്തിനും പൊതുസമൂഹത്തിനും കൂടി വേണ്ടി ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. പുതിയ കോടതികൾ വരുന്ന കാര്യത്തിൽ ഓരോരുത്തരും ചെയ്ത പ്രവർത്തികളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോഴത്തെ ബാർ അസോസിയേഷനും അത്തരം കാര്യങ്ങളിൽ വളരെ കാര്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഇവിടെ അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതി NDPS കോടതി കൂടി ആയതിനാൽ അവിടെ അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിയുടെ കേസുകൾ എടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് NDPS കോടതിയുടെ കേസുകളുടെ എണ്ണം ബാഹുല്യം കാരണം അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിയിൽ വരുന്ന കേസുകൾ പറ്റാത്തതിനാൽ അടുത്ത കാലത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് MACT കോടതി കൂടി അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിയായി നോട്ടിഫൈ ചെയ്തു. എന്നാൽ MACT കോടതിയിലും കേസുകളുടെ എണ്ണം കൂടുതലായതിനാൽ ഇപ്പോൾ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യവും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബാർ അസോസിയേഷൻ മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടി ബാർ അസോസിയേഷൻ്റെ റെപ്രസെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് ചോദിച്ചു, റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. Advocate Ari